ജമ്മു കാശ്മീരിലെ പ്രൈവറ്റ് സെക്ടർ ബാങ്കായ ജമ്മു കാശ്മീർ ബാങ്കിൽ മതിയായ രേഖകളില്ലാതെ നിക്ഷേപിക്കപ്പെട്ട തുകയുടെ കണക്ക് ഇൻകം ടാക്സ് കണ്ടെത്തി കേന്ദ്ര ഏജൻസികളെ അറിയിച്ചു. NIA ഉൾപ്പെടെയുള്ള ഏജൻസികളെ അറിയിച്ചു. എത്ര രൂപയാണെന്നറിയാമോ? 4.88 ലക്ഷം കോടി. അതായത് 4 ലക്ഷം കോടി പിന്നെ 88 ലക്ഷം രൂപയും. 4 ലക്ഷം കോടി പിന്നെ 88 ലക്ഷം രൂപ. ഇത്രയും രൂപ ജമ്മു കാശ്മീർ ബാങ്കിൽ ആരാണ് നിക്ഷേപിച്ചത് എന്നറിയാതെ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നു. ഇതെങ്ങനെ പറ്റും? കാരണം നമുക്കറിയാം, നമ്മുടെ ബാങ്ക് അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ നമ്മൾ അവിടെ ചെന്നിട്ട് നമ്മുടെ ആധാർ, പാനൊക്കെ കൊടുക്കണം. പാൻ ഇല്ലാതെ അക്കൗണ്ട് തുടങ്ങാൻ പറ്റില്ല. ഇനി പാൻ ഇല്ലെങ്കിൽ ഫോം 60 കൊടുക്കണം. പാനൊന്നും ഇല്ലാത്ത പാവപ്പെട്ടവനാണേ, ചെറിയ പൈസ എനിക്ക് വരുമാനമുള്ളൂ, അതുകൊണ്ട് പാൻ കാർഡ് എടുക്കാനുള്ള വരുമാനമൊന്നുമില്ല, എനിക്ക് ശേഷിയൊന്നുമില്ല എന്ന് പറഞ്ഞ് ഒരു ഫോം 60 പൂരിപ്പിച്ച് കൊടുത്താലും നമുക്ക് അക്കൗണ്ട് തുടങ്ങാം. ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, വൻതോതിൽ പണം നിക്ഷേപിച്ച ആളുകളുടെ KYC വാങ്ങാതെ, പാൻ വാങ്ങാതെ ഈ ഫോം 60 ഫില്ല് ചെയ്ത് ബാങ്ക് അധികൃതർ അക്കൗണ്ടുകൾ, സേവിങ്സ് ബാങ്ക് അക്കൗണ്ടുകൾ തുറന്നു കൊടുത്തു. എന്നിട്ട് അതിലേക്ക് കോടിക്കണക്കിന് രൂപ വന്നു. 4.88 ലക്ഷം കോടി രൂപ. എനിക്കതിൻ്റെ എത്ര പൂജ്യം ഉണ്ടെന്ന് പറയാനൊന്നും അറിയത്തില്ല കേട്ടോ. അത്ര വലിയ തുകയാണ് 4.88 ലക്ഷം കോടി രൂപ എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെയാണ് അതിൻ്റെ കണക്ക് കൂട്ടുക? അത്ര ഹ്യൂജ് എമൗണ്ട് വന്നിരിക്കുന്നു. എവിടെ നിന്ന് വന്നിരിക്കുന്നു? അപ്പോഴാണ് ജമ്മു കാശ്മീർ ബാങ്കിൻ്റെ ചരിത്രം അന്വേഷിക്കേണ്ടത്. മഹാരാജ ഹരിസിംഗിൻ്റെ കാലത്ത് 1938 തുടങ്ങിയ ബാങ്കാണ് ജമ്മു കാശ്മീർ ബാങ്ക്. പിന്നീട് അത് ഒരു പൊതുമേഖലാ ബാങ്ക് ആയില്ല. പക്ഷേ ജമ്മു കാശ്മീർ സർക്കാരിന് അതിൻ്റെ 51.89% ഓഹരിയുണ്ട്. 51.89% ഓഹരി ജമ്മു കാശ്മീർ സർക്കാരിനാണ്. ചീഫ് സെക്രട്ടറിയാണ് അതിൻ്റെ പ്രധാന ഓഹരി ഉടമ എന്ന് പറഞ്ഞാൽ സർക്കാരിന് വേണ്ടി ചീഫ് സെക്രട്ടറി. അപ്പോൾ സർക്കാരിന് പങ്കാളിത്തമുള്ള സ്വകാര്യ ബാങ്കാണ്. ഇപ്പോൾ അതിൻ്റെ CFO ഫയാസ് അഹമ്മദ് ഗനായി എന്ന് പറയുന്ന ആളാണ്. കമ്പനി സെക്രട്ടറി മുഹമ്മദ് ഷാഫി മിർ എന്നയാളാണ്. പേരുകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇത് ബാങ്ക് ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് 1917 1917 ഇതുപോലെ IT നൽകിയ ചില വിവരങ്ങളെ തുടർന്ന് കേന്ദ്ര ഏജൻസികൾ ബാങ്ക് പരിശോധിച്ചപ്പോൾ അവിടെ ചില ആളുകൾക്ക് അക്കൗണ്ട് ഉള്ളതായി കണ്ടു. അതിലൂടെ കോടിക്കണക്കിന് രൂപ വന്നതായും കണ്ടെത്തി. ആർക്കൊക്കെയാണെന്നറിയാമോ? യാസിൻ മാലിക് അറിയാമല്ലോ. കാശ്മീരിൽ നിന്ന് പണ്ഡിറ്റുകളെ ഓടിച്ച, നൂറുകണക്കിന് ആളുകളെ കൊന്ന, എയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാരെ ഉൾപ്പെടെ വെടിവെച്ച് കൊന്ന ആൾ, ഇപ്പോഴും കൊടും ഭീകരൻ, ജമ്മു കാശ്മീർ ലിബറേഷൻ ഫ്രണ്ട് എന്ന് പറയുന്ന സംഘടനയുടെ നേതാവ്, ഇപ്പോഴും ജയിലിലാണ്. പക്ഷേ നമ്മളത് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്നത്, യാസിൻ മാലിക് പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗിൻ്റെ കൂടെ മൻമോഹൻ സിംഗിൻ്റെ വീട്ടിലിരിക്കുന്ന ചിത്രം വളരെ പ്രസിദ്ധമാണ്. രാജ്യത്തെ ഹിന്ദുക്കളെ, പണ്ഡിറ്റുമാരെ കൂട്ടക്കൊല ചെയ്ത, നിരവധി പേരെ കൊന്ന, ഞാൻ ഒരുപാട് എണ്ണത്തിനെ വെടിവെച്ച് കൊന്നിട്ടുണ്ട് എന്ന് പറയുന്ന യൂട്യൂബ് വീഡിയോ ഇപ്പോഴും ലഭ്യമാണ്. അത്ര ഭീകരനായ ഇയാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ അതിഥിയായി പ്രധാനമന്ത്രിയുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. പ്രധാനമന്ത്രി ഷെയ്ഖ് ഹാൻഡ് കൊടുത്ത് സ്വീകരിക്കുന്നുണ്ട്. ആ യാസിൻ മാലിക് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ സർക്കാർ വന്നപ്പോൾ ജയിലിലാണ്. ഈ യാസിൻ മാലിക്കിന് ഇവിടെയായിരുന്നു അക്കൗണ്ട്. ആസിയ അദ്രാബി, ഷാബിർ ഷാ, മസ്രത്ത് അലാം തുടങ്ങിയ വിഭജനവാദി നേതാക്കന്മാർക്കൊക്കെ ജമ്മു കാശ്മീർ ബാങ്കിലായിരുന്നു അക്കൗണ്ട്. എന്നും മാത്രമല്ല, ഇവരുടെ എല്ലാം അക്കൗണ്ട് തുടങ്ങിയത് KYC രേഖകൾ, അതായത് ഐഡൻറ്റിറ്റി കാർഡ്, പാൻ കാർഡ് ഒന്നും വാങ്ങിയിട്ടില്ല. ID കാർഡ് വാങ്ങിയിട്ടില്ലെങ്കിൽ പിന്നെ പാൻ കാർഡ് വാങ്ങിയോ എന്നുള്ള ചോദ്യത്തിന് എന്താ പ്രസക്തി? അങ്ങനെ വന്ന് 2017 NIA ടെറർ ഫണ്ടിങ്ങിന് കേസെടുത്ത ബാങ്കാണ്. അന്ന് കുറേ ഉദ്യോഗസ്ഥന്മാർക്ക് കേസൊക്കെ വന്നു. പക്ഷേ സർക്കാരിനും കൂടി പങ്കാളിത്തമുള്ള സ്വകാര്യ ബാങ്ക് ആയതുകൊണ്ട് അങ്ങനെയുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിലും ഇപ്പോൾ ചില ബാങ്കുകളിലൊക്കെ സംസ്ഥാന സർക്കാരുകൾക്ക് ചെറിയ ഷെയർ ഉണ്ട്. കാരണം ജമ്മു കാശ്മീർ രാജാവ് തുടങ്ങിയ ബാങ്ക് ആയതുകൊണ്ട് സ്വാഭാവികമായും അതിൻ്റെ ഹരിസിംഗിൻ്റെ പക്കലുള്ള സ്റ്റേറ്റിൻ്റെ ഓഹരി പിന്നീട് ജനാധിപത്യ സർക്കാരിന് വന്നതാണ്. പക്ഷേ നമ്മൾ ആലോചിക്കണം, ഈ ബാങ്ക് 1938 ആരംഭിച്ച ബാങ്ക്, അതിനുശേഷം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ആർട്ടിക്കിൾ 370 ഉണ്ടായിരുന്നത് കൊണ്ട് ജമ്മു കാശ്മീരിലെ സർക്കാരിന് പ്രത്യേക അധികാരങ്ങളുണ്ടായിരുന്നു. ജമ്മു കാശ്മീർ അതിനുശേഷം ഭരിച്ചിരുന്ന എല്ലാ സർക്കാരുകളും വിഘടനവാദികൾക്കും തീവ്രവാദികൾക്കും പാകിസ്ഥാനും അനുകൂലമായി നിലപാടെടുക്കുന്ന ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ബാങ്കിനെ കള്ളപ്പണവും തീവ്രവാദ ഫണ്ടും കറക്കാനും വെളുപ്പിക്കാനുമുള്ള ഒരിടമാക്കി മാറ്റിയിരുന്നു. അതിൻ്റെ ഒരു തുടർച്ച എന്ന നിലയ്ക്കാണ്
2017 ഈ കേസുണ്ടാവുന്നത്. ഇപ്പോൾ വീണ്ടും കണ്ടെത്തിയിരിക്കുന്നു. സമാനമായ ചില ഇടപാടുകൾ സംശയകരമായി ജമ്മു കാശ്മീർ ബാങ്കിൽ നടന്നിരിക്കുന്നു എന്നാണ് വാർത്ത. ഇതിൽ ചില ഇടപാടുകൾ പറയുന്നുണ്ട്. അതായത് ബാങ്ക് പറയുന്നത് അവിടെ ജമ്മു കാശ്മീരിൽ പെട്രോൾ പമ്പ് നടത്തുന്നവർ, ടെക്സ്റ്റൈൽസ് നടത്തുന്നവർ, സിമൻറ്റ് കട നടത്തുന്നവർ, പിന്നെ പ്രൈവറ്റ് ആശുപത്രിയുടെ ഉടമകൾ, ഇവർക്കൊക്കെ ഈ ബാങ്കിൽ അക്കൗണ്ടുണ്ട്. ഇവരുടെയൊക്കെ അക്കൗണ്ട് തുടങ്ങിയിരിക്കുന്നത് സേവിങ് ബാങ്ക്സ് അക്കൗണ്ടായിട്ടാണ്, SB അക്കൗണ്ടായിട്ടാണ്. എന്നാൽ ഒന്നിൻ്റെയും പാൻ ഇല്ല. കാരണം ഇവരെല്ലാം ഒരു മാർഗവും ഇല്ലാത്ത പാവങ്ങളാണേ, അമ്മ വല്ലതും തരണേ എന്നൊക്കെ പറയുന്ന സാധുക്കളാണ് എന്ന് കാണിച്ചിട്ട് പാൻ വേണ്ട, ആദായ നികുതിയൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ആശുപത്രി ഉടമകൾ, സിമൻറ്റ് വ്യാപാരികൾ, ടെക്സ്റ്റൈൽസ് നടത്തുന്നവർ, പെട്രോൾ പമ്പ് നടത്തുന്നവരുടെയൊക്കെ അക്കൗണ്ട് തുറന്നു കൊടുക്കും. അതിലൂടെ ഒന്ന് രണ്ട് ഉദാഹരണം ഇപ്പം പറയുന്നുണ്ട്. 4,05,00,000 രൂപ ബാങ്കിൽ, ജമ്മു കാശ്മീരിൽ ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുന്ന വ്യക്തി ആദായ നികുതി റിട്ടേണിൽ കാണിച്ചിരിക്കുന്ന വരുമാനം എത്രയെന്നറിയോ? 3,22,000 രൂപ. 3,22,000 രൂപ മാത്രം ഒരു വർഷം വരുമാനമുള്ള ആൾ ജമ്മു കാശ്മീർ ബാങ്കിൽ നിക്ഷേപിച്ചിരിക്കുന്ന 4,05,00,000 രൂപ. ഇങ്ങനെ 1.5 ലക്ഷം പ്രൈവറ്റ് അക്കൗണ്ട്സാണ് ദുരൂഹമായ സാമ്പത്തിക ഇടപാടുകൾ. നേരത്തെ പറഞ്ഞ കൂറ്റൻ തുക 4.88 ലക്ഷം കോടിയിലേക്ക് എത്തിക്കാൻ വേണ്ടി 1.5 ലക്ഷം അക്കൗണ്ടുകൾ ഉപയോഗിച്ചു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. മറ്റൊരു ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി, അവർ നിക്ഷേപിച്ചിരിക്കുന്നത് 57,88,00,000 രൂപയാണ്. ആ കമ്പനിയുടെ വരുമാനമായിട്ട് കാണിച്ചിരിക്കുന്നത് 38,49,00,000 രൂപ. ബാക്കി അത്രയും ബ്ലാക്ക് മണി ആയിട്ട് മാറി. എവിടെ? സർക്കാരിന് ഓഹരിയുള്ള ഒരു ബാങ്ക്. നമ്മുടെ നാട്ടിലെ ഇങ്ങനെ പ്രൈവറ്റ് സെക്ടറിൽ പ്രവർത്തിക്കുന്ന ബാങ്കുകൾ നിങ്ങൾക്കറിയാം. ഫെഡറൽ ബാങ്ക് പ്രൈവറ്റ് സെക്ടറിലാണ്, ധനലക്ഷ്മി ബാങ്ക് പ്രൈവറ്റ് സെക്ടറിലാണ്, അങ്ങനെയുള്ള ഒരുപാട് ബാങ്കുകളുണ്ട്. പക്ഷേ അവിടെയൊന്നും കേട്ടുകേഴ്വിയില്ലാത്ത തരത്തിലുള്ള ഒരിടപാട്. കാരണം ജമ്മു കാശ്മീരിന് ഈ പറഞ്ഞതുപോലെ ആർട്ടിക്കിൾ 370 പരിഗണന ഉള്ളതുകൊണ്ട് ചില പ്രത്യേക അധികാരങ്ങളുണ്ട്. അവിടെ എന്തും നടക്കുമായിരുന്നു. നമ്മുടെ നാട്ടിലൊന്നും നടക്കാത്തത്, നമ്മുടെ നാട്ടിൽ ബാങ്കുകാർക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തത് ജമ്മു കാശ്മീരിൽ ഉണ്ടായിരുന്ന പ്രത്യേക പരിരക്ഷ ഇല്ലാത്തത് കൊണ്ടാണ്. ഈ പരിരക്ഷ ജമ്മു കാശ്മീരിൽ എടുത്തു മാറ്റിയത് അമിത്ഷാ ആർട്ടിക്കിൾ 370 എടുത്ത് തോട്ടിക്കളഞ്ഞതോടുകൂടിയാണ് ആ പരിരക്ഷ ഇല്ലാതായതും ഈ ബാങ്കുകൾ നടത്തുന്ന വലിയ തിരിമറി പുറത്തു വന്നതും. ഏതായാലും ഇത് വല്ലാതെ ഞെട്ടിക്കുന്ന ഒരു കണ്ടെത്തലാണ്. ഈ ബാങ്കിനെ കുറിച്ച് നമ്മളൊന്ന് പറയണം. ബാങ്കിന്, ജമ്മു കാശ്മീർ ബാങ്കിന് 1,89,194 കോടി രൂപയുടെ ആസ്തിയുണ്ട്. 2,90,341 രൂപയുടെ നിക്ഷേപമുണ്ട് എന്നാണ് ഔദ്യോഗിക കണക്ക്. പക്ഷേ ആ ഔദ്യോഗിക കണക്കിൽ വരാത്ത തുകയാണ് 4.88 ലക്ഷം കോടി എന്നതുകൂടി നിങ്ങൾ ഓർമ്മിക്കണം. ചെറിയ ബാങ്കൊന്നും അല്ല ഇത്. ജമ്മു കാശ്മീർ ബാങ്കിന് 1008 ബ്രാഞ്ചുകളുണ്ട്. ജമ്മു കാശ്മീരിൽ 835 ബ്രാഞ്ചുകൾ, ലഡാക്കിൽ 37, കാശ്മീരിന് പുറത്ത് 136 ബാങ്കുകൾ, 18 സംസ്ഥാനങ്ങളിലും 4 യൂണിയൻ ടെറിട്ടറികളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഈ ബാങ്കിന് ശാഖകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഏതായാലും നമ്മുടെ ബാങ്കിങ് മേഖലയിലെ ഒരു വലിയ സ്കാമാണ് ജമ്മു കാശ്മീർ ബാങ്കിൻ്റെ പേരിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഗുരുതരമായ കൃത്യവിലോപമാണ്. കോടിക്കണക്കിന് രൂപ, ലക്ഷക്കണക്കിന് കോടി രൂപയുടെ അക്കൗണ്ടുകൾ ഒരു രേഖയും വാങ്ങാതെ ഈ ബാങ്ക് തുറന്നു കൊടുത്തത് എന്തിനാണ് എന്ന് ഇനി NIA പറയേണ്ടിയിരിക്കുന്നു. NIA ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ ഇതേക്കുറിച്ച് അന്വേഷണം നടത്തുന്നു എന്നാണ് ഏറ്റവും പുതിയ വാർത്ത. കൂടുതൽ അപ്ഡേറ്റ്സ് വരുന്ന മുറയ്ക്ക് ഞാൻ നിങ്ങളോട് അത് കൈമാറാം. നമ്മുടെ ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണേ, ചെയ്തിട്ടില്ലാത്തവർ.